ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നും പതിപോലെ തന്നെ ഊബറും വെയിറ്റ് ചെയ്ത് ഊബറും വിളിച്ച് നമ്മൾ പോവാണ്. എപ്പോഴും സൈഡ് സീറ്റിലിരിക്കേണ്ടത് പോകുന്ന വഴിക്കുള്ള നല്ല വ്യൂ ഒന്നും എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നവനോട് ചോദിക്കുമ്പോൾ ഒറ്റ ഫോട്ടോ എടുത്തരൂലേ എന്നാണ് എന്നെ കാണാൻ ഒടുക്കത്തെടുക്കും. ഞാൻ എന്നൊരേ പാന്റ് ഇടും. എന്നിട്ട് എന്ത് ഗ്ലാമറാ നോക്ക്. ഉயிருണ്ടേനി ഒരേ പാന്റ് ഉயிருണ്ടേനി എന്റെ. ഫൈനലി പാവം ഓനെ നമുക്ക് വീഡിയോ ഒക്കെ ഫ്രണ്ടിൽ വെച്ച് എടുത്ത് തന്ന് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം നല്ല രസമുണ്ടായിരുന്നു അന്ന് പോകുന്ന. രാവിലത്തെ തന്നെ നല്ല ഉഷാറുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ കണ്ട മലയാളി ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. സംഭവം അപ്പോഴേക്കും നട്ടുച്ചയായതുകൊണ്ട് ഞാൻ ഒരു മീൽസ് ഓർഡർ ചെയ്ത്, ഓരൊക്കെ മറ്റ് മസാല ദോശ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എന്തെങ്കിലും അത്യാവശ്യം കാണുന്ന പോലെ തന്നെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടേനും കൂട്ടുകറികളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് മീൽസിൻ്റെ കൂടെ ഒരു പായസവും കിട്ടീനോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച്. ഇതൊക്കെ നല്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ വാങ്ങുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ആമ്പലിൻ്റെ വിത്താണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഈ തെങ്ങിനുള്ള വൈറ്റ് കാമ്പില്ലേ, ആ സംഭവത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിൽ തോന്നിയത്. അവിടെ ഞങ്ങൾ നേരെ വിട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ താജ് ഹോട്ടലിനോട് ഫേസ് ചെയ്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിൽക്കുന്ന ഈ ഒരു വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം അവിടെ അങ്ങനെ പോയി. അപ്പോഴാണ് ആരോ പറഞ്ഞത് ലാസ്റ്റ് ബോട്ട് ഉണ്ട് ഇപ്പോൾ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഓടി ബോട്ട് കയറുന്ന രംഗമാണ് അടുത്തത്. ബോട്ടിന് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ചെയ്യുന്നു. അതുമല്ല ഇടയ്ക്ക് പുറത്തുനിന്ന് വെള്ളം അകത്തേക്ക് തെറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക് ആയിട്ട് അങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓപ്പോസിറ്റ് പോകുന്ന ബോട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ടാറ്റയൊക്കെ തന്ന് നമ്മളങ്ങോട്ടും തിരിച്ചു കൊടുത്ത് അങ്ങനെ ചെറിയൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ സംഭവം എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അതൊരു രസമായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ നമുക്ക് ഒരു ഐലൻഡ് കാണാൻ പറ്റി. അത് ശരിക്കും ബോട്ടിലൂടെ പോകുമ്പോൾ ശരിക്കും നല്ലൊരു വ്യൂ തന്നെയാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്കിതാ ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ പറ്റും. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് രോമാഞ്ചമാണല്ലോ. അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. താജിലൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല വൈകുന്നേരം ആയതുകൊണ്ട് ഇത്ര ലൈറ്റിംഗ് ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോഴേക്ക് ഏകദേശം രാത്രി ആയതുകൊണ്ട് നല്ല ലൈറ്റിംഗ് തന്നെ നമുക്ക് താജൊക്കെ കാണാൻ പറ്റി. രണ്ട് സംഭവം കൂടെ ഒരു ഫ്രെയിം കാണുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മാർക്കറ്റിലേക്കാണ് പിന്നെയും വിട്ടത്. ഞങ്ങൾ പോയത് ഒരു കല്ലിൻ്റെ ഒറിജിനൽ സ്റ്റോൺ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കൈ കാണണം, അല്ലെങ്കിൽ കൈയിൻ്റെ ഫോട്ടോ കാണണം. അല്ലാതെ ഇവർ നമുക്ക് മോതിരം കാര്യങ്ങളൊന്നും സജസ്റ്റ് ചെയ്യില്ല. അതായത് ഓരോ വ്യക്തിക്കും
അവരോരോ ക്യാരക്ടർ ആയിരിക്കില്ല, അപ്പോൾ അവരുടെ ക്യാരക്ടർ അനുസരിച്ചുള്ള കല്ല് മാത്രമേ ഇവർ തരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല നല്ല സ്റ്റോണിൻ്റെ നല്ല വെറൈറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഗണപതിൻ്റെ ഉത്സവത്തിൻ്റെ 6ാമത്തെ ദിവസമായിരുന്നു. അത് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവത്തിൽ ഒന്നാണെന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസമാണ് മെയിൻ ഡേ വരുന്നത്, 7th ഡേ വരുന്നത്. പക്ഷെങ്കിൽ റോഡ് മുഴുവൻ ഫുൾ ആഘോഷമാണ്. എല്ലാ ഏരിയയിലും ഈ ഒരു സെലിബ്രേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഏരിയയിൽ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഏരിയയിലേക്ക് പോയി. ചേമ്പൂർ ഗൗതം നഗർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഊബറും പിടിച്ച് റൂമിലെത്തി. അത്യാവശ്യം നൈറ്റ് ശരിക്കും ആ വ്യൂ കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും ഈ സമയത്ത് പോകുമ്പോൾ എനിക്ക് ദുബായിലൂടെ ഒക്കെ പോകുന്നൊരു ഫീൽ എപ്പോഴും വരാറുണ്ട്. പിന്നെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ താഴെ ഗണപതിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ ടീം വന്നിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ്, അതായത് അവർ സിനിമ പാട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ഡപ്പാങ്കൂത്ത് ഡാൻസാണ് കളിക്കുക. ശരിക്കും നല്ല രസമുണ്ട് ഇത് കാണാൻ. നമ്മൾ പോവാ രസമല്ല ആരും